ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കാഹളം മുഴങ്ങുമ്പോൾ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ തന്നെ വീണ്ടും കളത്തിലിറങ്ങണമെന്ന ആവശ്യം പ്രവർത്തകരിലും അണികളിലും ശക്തമാകുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൂരിൽ മത്സരിക്കില്ലെന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത്. കണ്ണൂരിലും ആലപ്പുഴയിലും പുതുമുഖ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിലും സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കണക്കെടുത്ത് കണ്ണൂരിൽ സുധാകരനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് ശ്രമം. കണ്ണൂർ DCCക്കും സുധാകരൻ ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന അഭിപ്രായമാണ് ഉള്ളത്. LDFിനായി PK ശ്രീമതിയോ KK ശൈലജയോ കളത്തിലിറങ്ങാൻ സാധ്യതയുള്ളപ്പോൾ സുധാകരൻ അല്ലെങ്കിൽ മറ്റൊരാൾ മത്സരിച്ചാൽ സിറ്റിംഗ് സീറ്റ് കയ്യിൽ നിന്ന് പോകുമെന്നാണ് ഇവർ പറയുന്നത്. കെ സുധാകരനോളം പാർട്ടി പ്രവർത്തകരിലും പുറത്തും ആവേശമുണർത്താൻ പറ്റിയ നേതാവില്ലെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതാക്കൾ ആണയിട്ട് പറയുന്നത്. സുധാകരന് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ കെ സുധാകരന് മേൽ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ്. എന്നാൽ തനിക്ക് പകരം KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് സ്വദേശിയുമായ K ജയന്തിനെ മത്സരിപ്പിക്കാനാണ് സുധാകരന് താല്പര്യം. സുധാകരൻ്റെ അതീവ വിശ്വസ്തരിൽ ഒരാളാണ് ജയന്ത്. നേരത്തെ ലിജുവിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. എങ്കിലും കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് ലിജു പിന്മാറി. ജയന്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ജില്ലയിൽ ഗ്രൂപ്പ് ഭേദമില്ലാതെ നേതാക്കൾ എതിർക്കുകയാണ്. ഇടതുമുന്നണിയുമായി കടുത്ത പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ ജില്ലയുമായി ബന്ധമില്ലാത്ത നേതാവിനെ മത്സര രംഗത്തിറക്കിയാൽ തിരിച്ചടിയാകും. LDFനും UDFനും തുല്യ സാധ്യതയുള്ള കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കണ്ണൂരുമായി ഏറെ ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ മുൻ മേയർ TO മോഹനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാവായ VP അബ്ദുൾ റഷീദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് A ഗ്രൂപ്പും ചെന്നിത്തല ഗ്രൂപ്പും ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദനെതിരെ മികച്ച പോരാട്ടം കാഴ്ചവെച്ച VP അബ്ദുൾ റഷീദ് CPM കോട്ടയായ ആന്തൂർ ഉൾപ്പെടുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വോട്ടുകൾ നേടിയിരുന്നു. മറ്റിടങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 40,000 കടന്നപ്പോൾ വെറും 20,000 വോട്ടുകൾക്കാണ് MV ഗോവിന്ദൻ ജയിച്ചു കയറിയത്. CPM കോട്ടകളിൽ നിന്ന് പോലും VP അബ്ദുൾ റഷീദിന് വോട്ട് ലഭിച്ചത് CPMനെ ഞെട്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഷീദിനെ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയും. AICC വക്താവും ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യവുമായ ഷമാ മുഹമ്മദ്, മുൻമന്ത്രി N രാമകൃഷ്ണൻ്റെ മകളും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അമൃത രാമകൃഷ്ണൻ, റിജിൽ മാക്കുറ്റി തുടങ്ങിയവരൊക്കെ കോൺഗ്രസിൻ്റെ പട്ടികയിലുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഷമാ മുഹമ്മദ്. കഴിഞ്ഞ കുറേ കാലമായി ഇവർ കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഷമാ മുഹമ്മദ്.